Okay, good afternoon to all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Ma'am. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നേ? Introduction. History of hospitals. ഹോസ്പിറ്റൽ. ശരി, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ പീരിയഡ്സ് ആണ് പറഞ്ഞത്? ഏതൊക്കെ പീരിയഡ്സാ പറഞ്ഞത്? Mesopotamian hospital. Greek hospitals, Roman hospital, Arabic hospital, Early stage of era, Indian hospital. modern stage, ഒരാളെന്ന് പറഞ്ഞു. Early stage of era and middle ages and Renaissance age, modern Okay. period. Okay. Then മോഡേൺ പീരിയഡില് ഒരു ഹോസ്പിറ്റലിനെ പറ്റി പഠിച്ചില്ലേ നമ്മള്? ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് Pennsylvania. വിജി പറയൂ. Pennsylvania Hospital. ഓക്കെ. ദെൻ ഹോസ്പിറ്റൽ എവല്യൂഷൻ പഠിച്ചില്ലേ നമ്മള്? ഹോസ്പിറ്റൽ എവല്യൂഷനില് ഒരു 3 വ്യക്തികളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരുന്നു. 3 വ്യക്തികളുടെ. ആര്യ എന്ന് പറയാമോ? ആരൊക്കെയായിരുന്നു ആ 3 പ്രശസ്ത വ്യക്തികള്? ഹോസ്പിറ്റലില് മേജർ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത 3 പേരുടെ പേര് പറഞ്ഞില്ലേ? ആര്യ, ഓക്കെ. ആര്യ കേൾക്കുന്നില്ല? മേരി ഷെറിൻ ഒന്ന് പറയാമോ? Yes, ma'am. ഓക്കെ. ഹോസ്പിറ്റൽ എവല്യൂഷനിൽ നമ്മൾ 3 വ്യക്തികളുടെ പേര് പഠിച്ചില്ലേ? Yes, ma'am. വ്യക്തികളുടെ ആരൊക്കെയായിരുന്നു അവര്? Sushruta, Atreya, ചരക. വെരി ഗുഡ്. സുശ്രുതയുടെ പ്രധാന ഗ്രന്ഥം ഏതാണ്? സുശ്രുതയുടെ അർച്ചന രാഹുൽ. Sushruta Samhita. ഓക്കെ, വെരി ഗുഡ്. ചരകയുടെ പ്രധാന ഗ്രന്ഥം ഏതാണ്? ചരക എഴുതിയ പ്രധാന ഗ്രന്ഥം. നിഷ മേരി. ചരക സംഹിത. ഓക്കെ, ചരക സംഹിത. ദെൻ യുനാനി മെഡിസിൻ അല്ലെ? യുനാനി മെഡിസിൻ വന്ന കാലഘട്ടം ഏതാണ്? മനീഷ ചാക്കോ. മെഡിസിൻ വന്ന കാലഘട്ടം ഓക്കെ. ബുദ്ധയുടെ കാലഘട്ടത്തില് അവിടെ എങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ആണ് ബുദ്ധ സ്ഥാപിച്ചത്? അശ്വതി. Hello. പറയൂ. ബുദ്ധയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ഹോസ്പിറ്റലാണ് സ്ഥാപിച്ചത്? ദുർബലരായവർക്കും ദരിദ്രകൾക്കൊക്കെ വേണ്ടി പ്രാദേശിക ആശുപത്രി സ്ഥാപിച്ചു. ശരി. അപ്പോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി 2 ചെറിയ പോർഷൻസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് 17th സെഞ്ചുറിയെ പറ്റിയാണ്. 17th സെഞ്ചുറി, അതായത് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ ഫീൽഡില് 17th സെഞ്ചുറിയില് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. 17th സെഞ്ചുറി നോക്കിക്കേ. 17th സെഞ്ചുറിയിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. എന്താണ്?
സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ അറൈവൽ അല്ലെങ്കിൽ എന്താണ് വരവോട് കൂടിയാണ് മെഡിസിനൽ ഫീൽഡില് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തില് ഒരു മോഡേൺ സിസ്റ്റം അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നത്. ഒന്നുകൂടി പറയാം. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തില് ഒരു ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 in Chennai for its soldiers and in 1668 for civilians. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 ചെന്നൈയിൽ ആദ്യത്തെ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഫോർ ഇറ്റ്സ് സോൾജിയേഴ്സ്, അവരുടെ സൈനികർക്ക് വേണ്ടിയിട്ട് 1664 ചെന്നൈയിൽ ആദ്യ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1668 ഫോർ സിവിലിയൻസ്. 1664 ചെന്നൈയില് സോൾജിയേഴ്സിനും 1668 സിവിലിയൻസ് ആരാണ്? സാധാരണ പൗരന്മാര് അല്ലെ. അപ്പോ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഹോസ്പിറ്റൽ ആരംഭിച്ചത്? 1668. 1664 ആർക്ക് വേണ്ടിയിട്ടാണ് ചെന്നൈയിലെ ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്? സോൾജിയേഴ്സ് അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടി. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. എന്താണ്? 18th സെഞ്ചുറിയിലും 19th സെഞ്ചുറിയുടെ ആദ്യവും അവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത്, അതായത് എന്താണ്? ഒരു നിരന്തരമായിട്ടുള്ള ഒരു വളർച്ച കാണാൻ സാധിക്കുന്നു. എന്താണ്? 18th സെഞ്ചുറിയിലും 19th സെഞ്ചുറിയുടെ ആദ്യവും അവിടെ ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് കാണാൻ, അതായത് നിരന്തരമായിട്ടുള്ള ഒരു വളർച്ച ഹോസ്പിറ്റൽ ഫീൽഡിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. Then first medical college in Calcutta in 1835. അപ്പോ മെഡിക്കൽ കോളേജ്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എവിടെയാണ്? കൽക്കട്ടയില് 1835 വന്നത്. ഓക്കെ, 1835 കൽക്കട്ടയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ കൂട്ടി പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സെക്കൻഡ് പോയിന്റ് ആണ് മുംബൈ ഇൻ 1845 ആൻഡ് ചെന്നൈ ഇൻ 1850. അപ്പോ 3 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ച വർഷങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത് 1835 മുംബൈയിലെ മെഡിക്കൽ കോളേജ് വന്നത് 1845 ചെന്നൈയിലോ 1850 ഓക്കെ. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? ഇൻ 1885 1250 hospitals and dispensaries only reaching 10% of population. എന്താണ്? ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ആൻഡ് ഡിസ്പെൻസറീസ്. എന്താണ് ഡിസ്പെൻസറീസ്? ഔഷധശാലകൾ അല്ലെ. അപ്പൊ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസ് അല്ലെങ്കിൽ ഔഷധശാലകളും നിലവിൽ വന്നു. ഒന്നുകൂടി പറയാം. In 1885 1250 hospitals and dispensaries only reaching 10% of population. അതായത് ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. അപ്പോ 17th സെഞ്ചുറിയിൽ എന്തൊക്കെയാ പറയുന്നത്? 17th സെഞ്ചുറിയിലും ആദ്യം പറയുന്നത് എന്താണ്? ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തില് ആധുനിക സമ്പ്രദായം നിലവിൽ വന്നത്. ഓക്കെ, ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തില് എന്താണ്? ഒരു ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നത്. ആരുടെ വരവോട് കൂടിയാണ്? ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ചെയ്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഏത് വർഷം? 1666 ചെന്നൈയില് അവരുടെ സോൾജിയേഴ്സ് അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു.
അതുപോലെ തന്നെ 1668 സിവിലിയൻസിന് വേണ്ടി, സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ജനങ്ങൾ അല്ലെ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് സ്ഥാപിച്ചു, ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഏത് വർഷം, 1668. ഇയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, കോൺസ്റ്റന്റ് ഗ്രോത്ത്, അവിടെ ഒരു നിരന്തരമായിട്ടുള്ളൊരു വളർച്ച ഹോസ്പിറ്റൽ ഫീൽഡില് കാണാനായിട്ട് സാധിച്ചു. ഏത് കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റൽ ഫീൽഡില് ഒരു വളർച്ച കാണാൻ സാധിച്ചത്? 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി, അതായത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിന്റെ ആരംഭങ്ങളിലും എന്താണ് അവിടെ ഒരു കോൺസ്റ്റന്റ് ഗ്രോത്ത് അല്ലെങ്കിൽ നിരന്തരമായ വളർച്ച ഹോസ്പിറ്റൽ ഫീൽഡിൽ കാണാൻ സാധിച്ചു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത് എവിടെയാണ്? കൽക്കട്ടയിലെ. ഏത് വർഷമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ. വർഷം ഏതാണ്? 1835. 1835 കൽക്കട്ടയിൽ എന്ത് സ്ഥാപിക്കപ്പെട്ടു? ഫസ്റ്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. അതോടൊപ്പം തന്നെ മുംബൈയില് ഏത് വർഷമാണ് മെഡിക്കൽ കോളേജ് വന്നത്? 1845. 1845 മുംബൈയിൽ വന്നു. ചെന്നൈയിലാണെങ്കിലോ 1850. 1850 ചെന്നൈയിലും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. Then in 1885, 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസ് അല്ലെങ്കിൽ ഔഷധശാലകളും നിലവിൽ വന്നു. എന്തിന്റെ ബേസിസിലാണ്? ഓൺലി റീച്ചിങ് 10% ഓഫ് പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. ഓക്കെ. 17th സെഞ്ചുറി ഇത്രയുമാണ് പറയുന്നത്. എന്താണ് ഒന്നുകൂടി പറയാം. 17th സെഞ്ചുറി ശ്രദ്ധിക്കുക. സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ അറൈവൽ അല്ലെങ്കിൽ അവരുടെ കടന്നുവരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തിൽ ഒരു ആധുനിക സമ്പ്രദായം നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്, ദക്ഷിണേന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോട് കൂടിയാണ് വൈദ്യശാസ്ത്രത്തില് ഒരു എന്താണ് ആധുനിക സമ്പ്രദായം, ആധുനിക ചികിത്സാ സമ്പ്രദായം നിലവിൽ വന്നത്. രണ്ടാമത് പറയുന്നത് എന്താ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടേക്ക് ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു? 1664 ചെന്നൈയിൽ സ്ഥാപിച്ചു. 1664 ചെന്നൈയിൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ട്. 1668 ആർക്ക് വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത്? സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണ പൗരന്മാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ. Then constant growth during the 18th and 19th century. എന്താണ്, 18, 19 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു നിരന്തരമായ വളർച്ച ഹോസ്പിറ്റൽ മേഖലയിൽ ഉണ്ടായി. Then ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട, കൽക്കട്ടയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്ന വർഷം ഏതാണ്? 1835 ആണ്. അതുപോലെ തന്നെ ഒപ്പം തന്നെ പഠിക്കേണ്ടതാണ്, മുംബൈയിലോ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത് എന്നാണ്? 1845 ചെന്നൈയിലാണെങ്കിൽ അതിന്റെ ഇയർ ഏതാണ്? 1850 ഓക്കെ. ഇനി പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യയുടെ 10% എത്തത്തക്ക വിധത്തില് 1885 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. ഓക്കെ. ഇത്രയുമാണ് 17th സെഞ്ചുറിയെ പറ്റി പറയുന്നത്. ഓക്കെ. ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് ഹോസ്പിറ്റൽ എന്താണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ ആവിർഭാവം. ഇതിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് റേഷ്യോസ് മാത്രമാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ്, ഒരു പോപ്പുലേഷനും ഇപ്പൊ ബെഡുമായിട്ടുള്ള ഒരു റേഷ്യോ, അതുപോലെ തന്നെ പോപ്പുലേഷനും ഡോക്ടറും ഇത്ര പോപ്പുലേഷനിൽ എത്ര ഡോക്ടർ വേണം, എത്ര പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ എത്ര ബെഡുകൾ വേണം, അങ്ങനെയുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ.
അപ്പൊ ഫസ്റ്റ് ഏത് റേഷ്യോ ആണ് പറയുന്നത്? ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ. ബെഡും പോപ്പുലേഷനും തമ്മിലുള്ള ഒരു റേഷ്യോ എത്രയാണ്? 1:4000 അല്ലെ? അതായത് 4000 ജനസംഖ്യക്ക് ഒരു ബെഡ് എന്ന കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:6300. 6300 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോക്ടർ എന്ന കണക്കിനായിരുന്നു അവിടെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിരുന്നത്. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എത്രയാണ്? 1:40,000 ആണ് അല്ലെ? അതായത് 40,000 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നേഴ്സ് എന്നുള്ള കണക്കിനായിരുന്നു അവിടെ ഹോസ്പിറ്റലുകളിൽ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിരുന്നത്. ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. അതായത് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വം അല്ലെ? ഈക്വൽ അല്ല. എന്തിന്റെ ഈക്വൽ അല്ല? അർബൻ എന്ന് പറഞ്ഞാൽ എന്താ? അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരങ്ങള് അല്ലെ? അപ്പൊ നഗരങ്ങളിലെ ആശുപത്രികളിലും റൂറൽ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഏതാ? റൂറൽ ആശുപത്രികൾ ഗ്രാമങ്ങളിലെ അല്ലെ? ഗ്രാമങ്ങളിലെ ആശുപത്രികൾ റൂറൽ ആശുപത്രികൾ എന്ന് പറയും നമ്മള്. അപ്പോ ഈ നഗരങ്ങളിലെ അർബൻ ആശുപത്രികളിലും റൂറൽ ആശുപത്രികളിലെയും ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഒരുപോലെയാണോ? അല്ല അല്ലെ? വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ഡിസ്പാരിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ. ഓക്കെ, അപ്പൊ അർബൻ ഏരിയയിലെ പ്രദേശത്തെ ഹോസ്പിറ്റലുകളും റൂറൽ ഏരിയയിലെ ഹോസ്പിറ്റലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഈക്വൽ അല്ല. അവിടെ എന്തുണ്ട്? അസമത്വമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? എപ്പോഴും റൂറൽ ഏരിയയെക്കാളും ഫെസിലിറ്റീസ് കൂടുതൽ അർബൻ ഏരിയയിലെ ഹോസ്പിറ്റൽസിന് തന്നെയായിരിക്കും. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അറ്റ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയില് എത്ര ഹോസ്പിറ്റൽ ബെഡ്സ് ഉണ്ടായിരുന്നു? 11,000 ഹോസ്പിറ്റൽ ബെഡ്സും 7,400 ഹോസ്പിറ്റൽസും നിലവിൽ വന്നു. അപ്പോ സ്വതന്ത്ര ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ എത്രത്തോളം ഹോസ്പിറ്റൽ ബെഡുകൾ ആഡ് ചെയ്തു അവര്? 11,000 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും സ്ഥാപിച്ചു. ഓക്കെ, And since past 50 years, concept of today's hospital, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് കഴിഞ്ഞ 50 വർഷമായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 50 വർഷമായിട്ട് ഇപ്പോ ടുഡേ ഹോസ്പിറ്റൽ എങ്ങനെയാണോ, പുതിയ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണോ, ആ ഒരു കോൺസെപ്റ്റ് ആണ് കഴിഞ്ഞ 50 വർഷമായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ ആണ് അല്ലെ? അതായത് എത്രയാണ് അത്? 1:4000 എന്ന് പറയുന്നത് 4000 ജനസംഖ്യ അല്ലെങ്കിൽ 4000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബെഡ് എന്നുള്ള കണക്കായിരുന്നു. അതാണ് 1:4000 എന്ന് പറയുന്ന ഒരു റേഷ്യോ. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയാണ് പറയുന്നത്? 1:6300 ആണ് അല്ലെ? അപ്പോ 6300 ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷന് എത്ര ഡോക്ടർ ഉണ്ടായിരിക്കും? ഒരു ഡോക്ടർ. 6300 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യക്ക് ഒരു ഡോക്ടർ എന്ന നിലക്കിലായിരുന്നു അവിടെ അപ്പോയിന്റ്മെന്റുകൾ. നേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എങ്ങനെയായിരുന്നു? 1:40,000 അല്ലെ? 40,000 പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേഴ്സ് എന്ന കണക്കിലായിരുന്നു. എവിടെയാണ് ഡിസ്പാരിറ്റീസ് ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ? അർബൻ ഏരിയയിലെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ റൂറൽ ഏരിയയിലെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? അസമത്വം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആയിരുന്നില്ല അവിടുത്തെ ഫെസിലിറ്റീസ്. എപ്പോഴും കൂടുതലായിട്ട് ഫെസിലിറ്റീസ് നിന്നിരുന്നത് അർബൻ ഏരിയയിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ എന്താണ്? എത്ര ഹോസ്പിറ്റൽ ബെഡ്സ്? 11,000 ഹോസ്പിറ്റൽ ബെഡുകളും 7,400 ഹോസ്പിറ്റലുകളും സ്ഥാപിക്കപ്പെട്ടു. Since past 15 years അല്ലെ? കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണോ ആ കോൺസെപ്റ്റുകളാണ് നമ്മൾ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് തുടർന്ന് പോരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ചാപ്റ്ററിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തിനെ പറ്റിയൊക്കെയാ? ഓരോ പീരീഡുകളാണ് പഠിച്ചത് അല്ലെ? ഓരോ പീരീഡുകള്
അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാ പീരിയഡും ഓരോ പോയിന്റ്സും നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിനുള്ളിലാണ് ഓരോരുത്തരും വരുന്നത്. ഇപ്പോ ഹിപ്പോക്രാറ്റസ് ഏത് ഹോസ്പിറ്റൽസിനുള്ളിലാണ് വരുന്നത്, അതുപോലെ ഹമ്മുറാബി സ്കോഡിൽ ഏതിനുള്ളിലാണ് വരുന്നത്, അതിന്റെ ഇയേഴ്സ് അല്ല, അവിടെ കൂടുതലും പീരിയഡിന്റെ ആ ഒരു ഇത്ര ടു ഇത്ര BC അങ്ങനെയുള്ള പീരിയഡ് അല്ല നമ്മൾ ചോദിക്കുന്നത്, ഏത് ഹോസ്പിറ്റൽസ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ദെൻ ഇന്ത്യൻ ഹോസ്പിറ്റലില് കിങ് ഓഫ് അശോകയുടെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിങ് ഓഫ് അശോക അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു? ഓക്കെ, സാനിറ്റേഷൻ, സിസേറിയൻ സെക്ഷൻസ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സിസേറിയൻ സെക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബുദ്ധന്റെ കാലഘട്ടത്തിൽ ബുദ്ധൻ ഏത് ആശുപത്രികളാണ് പണി കഴിപ്പിച്ചത്, എങ്ങനെയുള്ള അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരാവുന്ന മേഖലയാണ്. നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ദെൻ മിഡിൽ ഏജിലാണെങ്കിൽ 2 റീസൺസ് നമ്മൾ പറഞ്ഞു അല്ലെ. യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് 2 റീസൺസ്. ആ 2 റീസൺസും നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയായിരുന്നു ആ 2 റീസൺസ് എന്ന് പറയാമോ ആരെങ്കിലും ഒരാള്? മാർപ്പാപ്പ അവിടുത്തെ ക്രിസ്ത്യൻസിനെയും പിന്നെ അവരൊക്കെ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ കുരിശുദ്ധക്കാരിൽ നിന്നുള്ള റവന്യൂ കൂടി, പിന്നെ കുരിശുദ്ധക്കാരും ഒക്കെ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാന് എൻകറേജ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ ഈ 2 റീസൺസും വെരി ഗുഡ്. അപ്പൊ ഈ 2 റീസൺസും മിഡിൽ ഏജിനെ സംബന്ധിച്ച് നമുക്ക് ഈ 2 റീസൺസ് മാത്രമാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. റിനൈസൻസ് ഏജ്, എന്തുകൊണ്ടാണ് അതിനെ റിനൈസൻസ് ഏജ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന ആ ഒരു പീരീഡിനെ വിളിക്കാൻ കാരണം എന്താണ്? നെക്സ്റ്റ് വൺ ആരെങ്കിലും ഒരാൾ പറയോ? വിജി പറയാമോ? ഓക്കെ, എനിവൺ? അന്നത്തെ ടൗൺസിലുള്ളവരും സിറ്റിയിലുള്ളവരൊക്കെ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 14th സെഞ്ചുറി ആ ഒരു ടൈമിലായിരുന്നു. ശരി, വെരി ഗുഡ്. അപ്പോ എന്താണ് ആ ഒരു റിനൈസൻസ് ഏജ് എന്ന് പറയാൻ കാരണം എന്താണ്? അത്രയും നാളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊടുക്കാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു അല്ലെ. പക്ഷെ ഈ റിനൈസൻസ് ആ ഒരു പീരീഡ് ആയപ്പോഴേക്കും എന്താണ്, ഒത്തിരി സിറ്റീസും ടൗൺസും ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിനെ സപ്പോർട്ട് ചെയ്ത് വന്നത് മൂലം ഒത്തിരി പുതിയ ഹോസ്പിറ്റലുകളുടെ ഉണ്ടാകാനായിട്ട് അത് കാരണമായി. അതാണ് അത്രയും ഒരു ഹോസ്പിറ്റൽ ഫീൽഡില് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടാവാനായിട്ട് ഇത്രയും കാരണങ്ങൾ സഹായിച്ചു. ഓക്കെ, മോഡേൺ പീരീഡിൽ നമ്മളൊരു ഫേമസ് ഹോസ്പിറ്റലിനെ പറ്റി പഠിച്ചില്ലേ ഇല്ലേ? ഒരു ഹോസ്പിറ്റലിനെ പറ്റി പഠിച്ചില്ലേ? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എവല്യൂഷനിലാണെങ്കിലോ നമ്മള് അക്ഷയെ പറ്റി പഠിച്ചു, ശുശ്രുതയെ പറ്റി പഠിച്ചു അല്ലെ. ശുശ്രുത എന്ന് പറയുന്നത് ആരാണ് മനീഷ? ഫാദർ ഓഫ് സർജറി, ശരിയാണ്. ഇനി ചരക ആരായിരുന്നു? ഡോണിയ ഇല്ല. അർച്ചന എഡിറ്റർ ഓഫ് മെഡിക്കൽ. എന്താണ്? ചരക എന്ന് പറയുന്ന ആരായിരുന്നു? ചരക ത്തിലോട്ടുള്ള മെയിൻ കോൺട്രിബ്യൂഷൻസ് കൊടുത്തൊരു വ്യക്തിയായിരുന്നു അല്ലെ. ഇനി രേഷ്മ PS.
എന്താണ് ചരക സംഹിത എന്ന് പറയുന്നത്? ആരാണ് ചരക സംഹിത ഗ്രന്ഥം എഴുതിയത്? ആരായിരുന്നു? ചരക. ഓക്കെ. ഇനി ചരക സംഹിതയിൽ എന്തിനെ പറ്റിയുള്ള ബേസിക് ടെക്സ്റ്റ് ആണ് ചരക സംഹിത? മെഡിസിൻസ് ആൻഡ് ആയുർവേദ. ഓക്കെ, ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദ അല്ലെ. യുനാനി മെഡിസിൻ ഏത് കാലഘട്ടത്തിലാണ്, ആരുടെ പീരീഡിലാണ് യുനാനി മെഡിസിൻ വന്നത്? ഇനി 17th സെഞ്ചുറി നോക്കിക്കഴിഞ്ഞാല് 17th സെഞ്ചുറിയില് കൽക്കട്ടയിലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്ന വർഷം ഏതാണ്? 1835. 1835 ശരിയാണ്. സിവിലിയൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റല് സ്ഥാപിച്ചു. ഏത് വർഷം? ഏത് കമ്പനിയാണ്? ഓക്കെ. റേഷ്യോസ് നമ്മൾ പഠിച്ചില്ലേ? ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ എത്രയായിരുന്നു? ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 300. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്കപ്പോ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? അതായത് ഈ 6300 പേർക്ക് ഒരു ഡോക്ടർ ചികിത്സിക്കും അങ്ങനല്ലേ? ആ ഒരു അന്നത്തെ കാലഘട്ടങ്ങളില് അത്രയും പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വെച്ചിട്ടായിരുന്നു ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ്. ബ്ലഡ് ബാങ്ക് നിങ്ങൾക്ക് ഓൾറെഡി ബ്ലഡ് ബാങ്ക് രമ്യാനില്ലേ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ടീച്ചേഴ്സിന്റെ ടൈം ടേബിളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് തന്നെ രമ്യ മാം ഇനി നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ടാവില്ല. അതുകൊണ്ട് പകരം മിസ്സിന്റെ പോർഷൻ കണ്ടിന്യൂ ചെയ്തത് ഞാനായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രമല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെ? ബ്ലഡ് ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസ് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ? എവിടെ വരെയാണ് മിസ് എടുത്തിരുന്നത്? ഓർഗാനോഗ്രാം വരെ അല്ലെ? ഓർഗാനോഗ്രാം നിങ്ങളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞിരുന്നോ നോട്ടില്? പറഞ്ഞിരുന്നു. ചെയ്തു അല്ലെ? അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തുടങ്ങി എന്നിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് ബ്ലഡ് ബാങ്ക്? ഞാൻ ചോദിക്കുന്ന ആൾക്കാരെ മാത്രം റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? നിഷ മേരി ജോസഫ്. നിഷ. Blood bank is a part of hospital laboratory Okay. Where we can store blood and do proper testing of the blood Okay. to avoid the risk of transfusion related problems. Okay, very good. Then blood bank la main functions ഒരു 2-3 പോയിന്റ്സ് ആര് പറയും? ഫസ്റ്റ് ആരെങ്കിലും ഒരാള്? Blood collection. Swift response to urgent request for blood components. Yes. Then ഒരു 2 പോയിന്റ് കൂടി പറയാമോ? Then validating pre-transfusion samples are required to reserve the blood and blood product. Okay. Evaluation of immunological suitability between donor and patient. Okay, very good. Choosing of suitable blood components for each clinical condition. Okay, okay. Then അടുത്തത് ലൊക്കേഷൻ പഠിച്ചില്ലേ? ലൊക്കേഷൻ എവിടെയായിരിക്കണം? ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? Ground floor. വിജി എന്ന് പറഞ്ഞേ. വിജി ശ്യാം.
ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈസി വിസിബിലിറ്റി ആയിരിക്കാം, പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിനൊക്കെ അടുത്തായിരിക്കണം ബ്ലഡ് ബാങ്ക് ഉണ്ടാവേണ്ടത്. പിന്നെ ഇതിനൊരു എൻട്രിയും എക്സിറ്റും അതുപോലെ തന്നെ വൈഡ് കോറിഡോറും വെയിറ്റിംഗ് സ്പേസും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതായിട്ട് ഓർഗാനോഗ്രാം പഠിച്ചു അല്ലെ? ഓർഗാനോഗ്രാമിനെ പറ്റി ആര് പറയും? ആരാണ് പറയുന്നത്? A diagram that shows the structure of an organization and a relationship between the different people, and job and different levels within that organization. Okay, very good. അപ്പോ അത്രയും നിങ്ങൾക്ക് മിസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? അടുത്ത പോർഷൻ ആണ് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ് അല്ലെ? ബ്ലഡ് ബാങ്കിങ്ങില് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഒരു വ്യക്തി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് ലാബിൽ എത്തുമ്പോൾ ആ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് അവർ കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തും. എന്തിനാണ് ഇങ്ങനെ പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തുന്നത്? എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതെ, എന്തെങ്കിലും ഡിസീസുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ നോക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? ആരാണോ അത് റിസീവ് ചെയ്യുന്നത് അവർക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലാബില് ചില പ്രിലിമിനറി ടെസ്റ്റുകൾ ഈ ഡൊണേറ്റഡ് ബ്ലഡില് നടത്തും. ഇനി ആ ബ്ലഡിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ താഴെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ടൈപ്പിംഗ് ചെയ്യും. അതായത് ബ്ലഡ് ഗ്രൂപ്പ്സ്, എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് നമുക്ക്? 3 ബ്ലഡ് ഗ്രൂപ്പും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. എത്ര ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. A positive, A negative, B positive, B negative, and O positive and O negative, and AB positive and AB negative. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇത്രയും 4 ടൈപ്പ് ഉണ്ട് അല്ലെ? പോസിറ്റീവ് നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ. ഗ്രൂപ്പ് ആയിട്ട് ഏതൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നത്? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട് അല്ലെ? അങ്ങനെ 4ആയിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിനെ തിരിക്കാം അല്ലെ? അപ്പോ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബ്ലഡിൽ വന്നിരിക്കുന്ന ഡോണറിന്റെ ബ്ലഡ് ഏതാണ്, ഇതിൽ A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നുള്ളത് തിരിച്ചറിയുന്ന ആ ഒരു ടെസ്റ്റ് ആണ് ടൈപ്പിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നിരിക്കുന്ന ഡോണറിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഏത്, ഈ 4 ബ്ലഡ് ഗ്രൂപ്പിലും ഏതിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ആദ്യം. ക്ലിയർ ആയോ? ഇനി മിസ് ഒരു ഡയഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സ് 4 ഗ്രൂപ്പ്സിനെ പറ്റിയുള്ള തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല. അപ്പോ എല്ലാവരും നോട്ട്സ് എടുക്കുക. നോട്ട്സില് ഒരു 5 കോളവും 5 റോസും വരുന്ന ഒരു ടേബിൾ വരയ്ക്കാം. ഓക്കെ, 5 റോസും 5 കോളംസും 5 റോസും വരുന്ന ഒരു ടേബിൾ വരച്ചേ. വരച്ചോ? ഓക്കെ, 5 കോളം 5 റോസും. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളത്തിന്റെ മോളിൽ എഴുതാം. ഫസ്റ്റ് കോളത്തിൽ എഴുതാം ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് എഴുതാം. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക. സെക്കൻഡ് കോളത്തില് എഴുതുക ആന്റിജൻ, ആന്റിജൻ. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ് എന്ന് എഴുതുക, സെക്കൻഡ് കോളത്തിൽ എഴുതുക ആന്റിജൻ. ഓക്കെ, ആന്റിജൻ. തേർഡ് കോളത്തിൽ എഴുതുക ആന്റിബോഡി, തേർഡ് കോളത്തില് ആന്റിബോഡി. ഫസ്റ്റ് കോളത്തില് ഗ്രൂപ്പ്, സെക്കൻഡ് കോളത്തില് ആന്റിജൻ, തേർഡ് കോളത്തില് ആന്റിബോഡി. ഓക്കെ, ഫോർത്ത് കോളത്തില് ഡോണേഴ്സ്, DONORS, ഡോണേഴ്സ്. ഫോർത്ത് കോളത്തിൽ എഴുതുക ഡോണേഴ്സ്. ഫിഫ്ത് കോളത്തിൽ എഴുതുക റെസിപ്പിയൻസ്, RECIPIENTS, റെസിപ്പിയൻസ്.
ഓക്കെ, അപ്പൊ 5 കോളം എഴുതിയില്ലേ? ഫസ്റ്റ് കോളം ഏതാണ്? ഗ്രൂപ്പ്. സെക്കൻഡ് കോളം ആന്റിജൻ. തേർഡ് കോളം ആന്റിബോഡി. ഫോർത്ത് കോളം എന്താണ്? ഡോണേഴ്സ്. ഫിഫ്ത് കോളം റെസിപ്പിയൻസ്. കംപ്ലീറ്റ് ആയോ? Yes, ma'am. ഓക്കെ, ഇനി ഗ്രൂപ്പ്സിന് താഴെ എഴുതാം. ഗ്രൂപ്പിന് താഴെ എഴുതാം. എത്ര ഗ്രൂപ്പ്സ് ആണല്ലേ? ഏതൊക്കെയാണ് ഗ്രൂപ്പുകള്? For A, A, B, B, O, O, A, B. A, B. എ ബി ഒ. ശരി, അതൊന്ന് 4 താഴോട്ടൊന്ന് എഴുതി വെച്ചേ. എ ബി എ ബി ഒ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ എല്ലാം? എ ബി എ ബി ഒ. അങ്ങനെ 4 താഴെ താഴെ എഴുതാം. ഓരോന്നും താഴെ താഴെ എഴുതാം. എ ബി എ ബി ആൻഡ് ഒ. ഫിനിഷ് ആയോ? Yes, ma'am. Yes, ma'am. ഇനി എ ബിയുടെ ആന്റിജൻ. ഈ എന്താണ് ആന്റിജൻ എന്ന് പറയുന്നത്? എന്താണ്? ആരെങ്കിലും ഒരാൾ പറയോ? അറിയെങ്കിൽ Positive or Foreign body. foreign. Foreign body. ഫോറിൻ ബോഡിയാണ്. ഫോറിൻ ബോഡി അല്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ ആന്റിജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗ അല്ലെങ്കിൽ രക്തം ഏത് രക്തത്തിൽ അല്ലെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്നു എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് ആന്റിജൻ. ഓക്കെ, ഒന്നുകൂടി പറയാം. രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്ന ഘടകത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ആന്റിജൻ. കേട്ടോ, രക്തഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ബ്ലഡിന്റെ 2 ആന്റിജൻസിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും. ആന്റിജനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എയും ബിയും. ഓക്കെ, എയും ബിയും. ഇനി ഇവിടെ ആന്റിജൻ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എ, അത് ആ ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും? ആന്റിജൻ എ ഉണ്ടെങ്കിൽ പേര് കിട്ടില്ലേ? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും? A. ആയിരിക്കും അല്ലെ? അപ്പൊ എയുടെ നേരെ ഏതാ ആന്റിജൻ? ഏതാണ് എയുടെ നേരെ എഴുതുന്ന ആന്റിജൻ? A. എ എഴുതുക. അപ്പൊ ആന്റിജൻ എ എഴുതുക. ബിയുടെ ആണെങ്കിലോ? ബിയുടെ ആന്റിജൻ ഏതായിരിക്കും? എ ആയിരിക്കും ബി ആയിരിക്കും? B, B. ഓക്കെ, അപ്പൊ ബിയുടെ നേരെ ആന്റിജൻ ബി എന്ന് എഴുതുക. എ ബിയിലാണെങ്കിലോ? എ ബി A and A and B. എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ? അപ്പൊ എ കോമ ബി എന്ന് എഴുതാം. എ കോമ ബി, എ ബിയുടെ നേരെ. ഓയിലാണെങ്കിലോ? ഓയിൽ ആന്റിജൻ ഉണ്ടോ? Antigen. ഓയിൽ ആന്റിജൻ ഇല്ല അല്ലെ? ഓയിൽ ആന്റിജൻ ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്താ? നിൽ എന്ന് എഴുതാം. നിൽ. ഓക്കെ, ആ കോളം കംപ്ലീറ്റ് ആയില്ലേ? ഒന്നുകൂടി പറയണോ? Yes, ma'am. എയുടെ ആണെങ്കിൽ ആന്റിജൻ എ, ബിയുടെ ആണെങ്കിൽ ആന്റിജൻ ബി, എ ബിയുടെ ആണെങ്കിൽ എ കോമ ബി, ഒയ്ക്ക് ആന്റിജൻ ഇല്ല. അടുത്ത കോളം എന്താണ്? ആന്റിബോഡീസ് അല്ലെ? ആന്റിബോഡീസിനെ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ആന്റിജൻ ഏതൊക്കെയാണുള്ളത്? എയും ബിയും ഉണ്ട്. അതേ സെയിം തന്നെയായിരിക്കും ആന്റിബോഡീസ് എന്ന് പറയുന്നത്. എയും ബിയും തന്നെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ അത് സ്മോൾ ലെറ്ററിലായിരിക്കും എഴുതുക. ഓക്കെ, അത് രണ്ടും തമ്മിൽ മിക്സ് ആയി മാറിപ്പോവാൻ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അപ്പൊ ആന്റിബോഡീസ് എന്ന് പറയുന്നത് എന്താ? ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ആന്റിജൻ, ഇപ്പൊ ആന്റിജൻ എ ഉണ്ട്, ഇതില് ബ്ലഡ് ഗ്രൂപ്പ് എ എടുക്കുകയാണെങ്കിൽ അവിടെ ആന്റിജൻ എ ഉണ്ട്. അപ്പൊ ആന്റിജൻ എ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ നേരെ വരുന്ന ആന്റിബോഡി എ ആയാലും എന്ത് പറ്റും? എന്താ പറ്റുക? രണ്ടും എ തന്നെയാണെങ്കിൽ ആന്റിജൻ എയും ആന്റിബോഡിയും എ തന്നെയാണെങ്കിൽ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ബ്ലഡ് ക്ലോട്ട് ആവും അല്ലെ? അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുകയും എന്താണ്? ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ ഒരു റിയാക്ഷൻ ടെസ്റ്റുകൾ നടന്ന് അവിടെ എന്തൊരു റിയാക്ഷൻ നടന്ന് ബ്ലഡ് ക്ലോട്ട് ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ ആന്റിജനും ആന്റിബോഡിയും ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജനും ആന്റിബോഡിയും ഒരിക്കലും സെയിം ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ആന്റിജനും ആന്റിബോഡീസും എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും.
ക്ലിയർ ആണോ? ഇനി സെയിം ആണെങ്കിൽ എന്താണ് പ്രശ്നം? അവിടെ അഗ്ലൂട്ടിനേഷൻ നടന്ന് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ എയ്ക്കുള്ള ആന്റിജൻ എ തന്നെയാണ്. എന്നാൽ അവിടെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ ആന്റിബോഡി വരിക? അപ്പൊ ഏതായിരിക്കും ആന്റിബോഡി വരുന്നത്? എ ആയിരിക്കോ ബി ആയിരിക്കോ? ഓപ്പോസിറ്റ് ആകുമ്പോ എയുടെ ബി ആയിരിക്കും അല്ലെ? അപ്പൊ എയുടെ നേരെ ആന്റിബോഡിയുടെ താഴെയായിട്ട് എഴുതുക ബി, സ്മോൾ ലെറ്ററിൽ ബി എന്ന് എഴുതുക. എഴുതിയോ? ഫിനിഷ് ചെയ്തോ? ഓക്കെ. ഇനി ബിയുടെ കേസ് എടുത്ത് നോക്കൂ. ബിക്ക് എന്തുണ്ട്? ആന്റിജൻ ബി ഉണ്ട് അല്ലെ? അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആന്റിബോഡി വരാ. ഏതായിരിക്കും? ആയിരിക്കും. എഴുതിക്കോളാം. ബിക്ക് നേരെ ആന്റിബോഡിയുടെ താഴെയായിട്ട് എഴുതാ ബി എ അല്ലെ? ബിന്റെ നേരെ സ്മോൾ ലെറ്ററിലല്ലേ ഇതിന്റെ സ്മോൾ ലെറ്റർ. എ ബിക്ക് ആണെങ്കിലോ ആന്റിജൻസ് ഏതൊക്കെയാണ്? എ ബിയുടെ ആന്റിജൻസ് A and B. എയും എ ആൻഡ് ബി ആണ് ആന്റിജൻസ്. എന്നാൽ ആന്റിബോഡീസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പൊ എ ബിക്ക് ആന്റിബോഡീസ് ഉണ്ടാവില്ല. എഴുതുക എ ബിയുടെ കേട്ടോ, എ ബിയുടെ. അടുത്തതാണ് ഓ അല്ലെ? ഓക്ക് ആന്റിജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആന്റിബോഡീസ് ഉണ്ടാവും അല്ലെ? ആന്റിബോഡീസ് ഉണ്ടാവും എ ബി അല്ലെ? എയും ബിയും ആന്റിബോഡീസ് ഉണ്ടാവും. ഓക്കെ. എന്തുകൊണ്ടാണ് അവിടെ ആന്റിബോഡീസും ആന്റിജനും ഇല്ലാതെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും അറിയാമോ? അവിടെ ഉണ്ടായാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? ക്ലോട്ടിങ്. ക്ലോട്ടിങ് ഉണ്ടാവും. ശരിയാണ്. അപ്പോ ആന്റിജൻ എയും ആന്റിജൻ ബിയും ആന്റിബോഡി എയും ആന്റിബോഡി ബിയും വന്നു കഴിഞ്ഞാൽ അവിടെ ക്ലോട്ടിങ് ഉണ്ടാവും അല്ലെ? അതുകൊണ്ടാണ് എ ബിക്ക് ആന്റിബോഡി ഇല്ല, ആന്റിജൻ ഉണ്ട്. നേരെ തിരിച്ചാണ് ഓയുടെ കാര്യം. എന്താണ്? ആന്റിജൻ ഇല്ല പക്ഷേ ആന്റിബോഡി ഉണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എ ബിക്ക് ആണെങ്കിൽ അവിടെ എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. എന്നാൽ ഓയ്ക്ക് ആണെങ്കിലോ ആന്റിജനുകൾ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാല് ഏതാണ്? ആണ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാലോ? അപ്പൊ അത് 2 ക്വസ്റ്റ്യൻ ഇപ്പൊ അവിടെ തന്നെ വന്നില്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിന്ന് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത കോളം ഏതാണ് വരുന്നത്? ഡോണേഴ്സിന്റെ കോളമാണ് അല്ലെ? എന്താണ് ഡോണേഴ്സ് എന്ന് പറയുന്നത്? ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന, അതായത് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം അതാണ് ഡോണേഴ്സിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ. എ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ വ്യക്തിക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം. ഓക്കെ. ആർക്കൊക്കെ ബ്ലഡ് ദാനം ചെയ്യാനായിട്ട് കഴിയും, അതാണ് ഡോണേഴ്സിൽ വരുന്നത്. അപ്പൊ എ ഗ്രൂപ്പ്. ഇനി ഡൊണേഷൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോ അവിടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുക്കാം. അതില് ഏതാണ് ആന്റിജൻ ഉള്ളത്? ഉണ്ട് അല്ലെ? അപ്പൊ ആന്റിജൻ ഉള്ള മറ്റേതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? ഉള്ളത് എ ബി ഉണ്ട് അല്ലെ? അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എക്കും എ ബിക്കും. അപ്പൊ എയുടെ നേരെ ഡോണേഴ്സിന്റെ താഴെ എഴുതുക എ ആൻഡ് എ ബി എന്ന് എഴുതുക. എ ആൻഡ് എ ബി എന്ന് എഴുതുക. ബിയുടെ കാര്യം നോക്കിക്കേ. ബി എന്ന് പറയുന്ന ഒരു ആന്റിജൻ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ആ ആന്റിജൻ ഉള്ള ആരൊക്കെയാണുള്ളത്? ബി എന്ന് പറയുന്ന ആന്റിജൻ ഉള്ളത് ആരൊക്കെയാണുള്ളത്? ബിയും
ശരിയാണ്. ആൻഡ് എ ബി എന്ന് എഴുതുക. ബിയുടെ നേരെ ഡോണേഴ്സിൽ ബി ആൻഡ് എ ബി എന്ന് എഴുതുക. ഓക്കെ, അടുത്ത ഗ്രൂപ്പാണ് എ ബി അല്ലെ. എ ബിയുടെ ആന്റിജൻ ഏതൊക്കെയാണ്? എ ബിയുടെ ആന്റിജൻ എയും ഉണ്ട് അപ്പൊ എയും ബിയും ഉള്ള ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ അതില്? ആന്റിജൻ ആണത് എയും ബിയും ഇല്ല അല്ലെ. എയും ബിയും ഒരുമിച്ച് വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എ ബി തന്നെയാണോ? അപ്പൊ എ ബിക്ക് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ? നേരെ എഴുതാം എ ബി, ഡോണേഴ്സിൽ എഴുതാം എ ബി. ഓക്കെ, ഓയുടെ കേസ് എടുത്താൽ എങ്ങനെയാണ്? ഓയ്ക്ക് ആന്റിജൻ ഇല്ല അല്ലെ. ഓയ്ക്ക് ആന്റിജൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഓയ്ക്ക് എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം അല്ലെ. ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഈ 4 ഗ്രൂപ്പില് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അപ്പൊ ഓയുടെ നേരെ ഡോണേഴ്സിലെ എല്ലാവരുടെയും പേര് ചെയ്താ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി, ഒ. എ ബി, എ ബി ആൻഡ് ഒ. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. യൂണിവേഴ്സൽ ഡോണർ. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓ, ക്വസ്റ്റ്യൻ പറയുന്നതാണ് കേട്ടോ ഈ പാട്ടിൽ നിന്ന്. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണർ ആരാണ്? ഓ എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഓയ്ക്ക് എന്താണ് ഡോണേഴ്സിൽ വരുന്നത് ആരാണ്? എക്ക് ഡൊണേറ്റ് ചെയ്യാം, ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, ഓയ്ക്ക് ഡൊണേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരെന്താണ്? ഒരു യൂണിവേഴ്സൽ ഡോണർ ആണ്. അടുത്തത് എന്താണ്? റെസിപ്പിയൻസിന്റെ കോളാണ് അല്ലെ. റെസിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വീകർത്താക്കൾ അല്ലെ. അതെ, എന്താണ്? ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആളുകളാണ് റെസിപ്പിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് റെസിപ്പിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ കഴിയും അല്ലെ. ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. ഇനി അതുപോലെ തന്നെ നേരെ തിരിച്ച് ആരിൽ നിന്നൊക്കെ എ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് സ്വീകരിക്കാം. ഇനി ഈ സ്വീകരിക്കുന്നതിനും ഒരു 2 മാനദണ്ഡങ്ങളാണ് അവർ പറയുന്നത്. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞത് സെയിം തന്നെ, അതായത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഏത് ആന്റിജൻ ആണോ ഉള്ളത് ആ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്നാമത്തെ നിബന്ധന. രണ്ടാമതായി പറയുന്നത് കൂടാതെ എന്താണ്? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും. അപ്പൊ 2 നിബന്ധനകളാണ് സ്വീകരിക്കുന്നതിലുള്ളത്. എന്തൊക്കെയാണ്? ആദ്യത്തെ ഫസ്റ്റ് നമ്മള് ഡൊണേഷനിൽ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? നമ്മുടെ ബ്ലഡിലെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ നമുക്ക് ബ്ലഡിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. രണ്ടാമതായി പറയുന്നത് എന്താ? ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാം. ഓക്കെ, അപ്പോ അത് ഏതൊക്കെയാണ്? എയുടെ കാര്യത്തിൽ നോക്കിയേ. എയുടെ കാര്യത്തില് ആന്റിജൻ ഉള്ളത് എ എന്ന് പറയുന്ന ആന്റിജൻ അവിടെ ഉണ്ട് അല്ലെ എക്ക്. അപ്പോ എയുടെ ആന്റിജൻ ഉള്ള വേറെ ആരാ ഉള്ളത്? മാത്രമുള്ളത് മാത്രമാണ് അല്ലെ. ആന്റിജൻ എ മാത്രമുള്ളത് എക്ക് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. എ ബിക്ക് ആണെങ്കിൽ എയും ബിയും വരുന്നില്ലേ. അതുകൊണ്ട് ആന്റിജൻ എ എന്ന് പറയുന്ന മാത്രമുള്ളത് ആർക്കാണ്? എക്ക് മാത്രമാണ്. കൂടാണ്ട് രണ്ടാമതൊരു നിർദ്ദേശം നമ്മൾ പറഞ്ഞില്ലേ. എന്താണ്? ശരിയാണ്. അപ്പോ ഇവിടെ ഏതൊക്കെ വരും? എന്ന് ശ്രദ്ധിച്ചേക്കാം. എയുടെ നേരെ എന്ന് പറയുന്ന ഗ്രൂപ്പിന് നേരെ റെസിപ്പിയൻസിൽ എഴുതേണ്ടത് ഏതാണ്? എ ആൻഡ് ഒ എഴുതുക. എ ആൻഡ് ഒ എഴുതുക. ബിയുടെ കാര്യം കേസ് എടുത്ത് നോക്കൂ. ബിയിലാണെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു ആന്റിജൻ ഉണ്ട്. അപ്പൊ ആ ബി എന്ന് പറയുന്ന ആന്റിജൻ എന്താണ്? ആ ബിക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ബിയുടെ റെസിപ്പിയൻസിൽ ഏതൊക്കെ വരും? ബിയുടെ റെസിപ്പിയൻസിൽ
ബി ആൻഡ് ഒ വരും. ശരിയാണ്, ബിയും ഒയും വരും. അപ്പൊ എഴുതുക ബിയുടെ റെസിപ്പിയൻസ് എന്ന് പറയുന്ന കോളത്തിൽ എഴുതുക ബി ആൻഡ് ഒ. എ ബിയുടെ കേസിൽ നോക്കിയേ, എ ബിയുടെ കേസിൽ 2 ആന്റിജൻസ് ഉണ്ട് അല്ലെ അവിടെ, ഇയും ഉണ്ട് ബിയും ഉണ്ട് ആന്റിജൻസ്. അപ്പോ അവർക്ക് എന്താണ്, അവരുടെ ആന്റിജനുകൾ ഉള്ളവരിൽ നിന്ന് അവർക്ക് സ്വീകരിക്കാലോ അല്ലെ. അവരുടെ ആന്റിജൻ ഉള്ളവർ ആരൊക്കെയാണ്? അപ്പോ അവരുടെ ആന്റിജൻ ഉള്ളവർ ആരാണ്? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട് അല്ലെ. ഇനി ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും അവർക്ക് സ്വീകരിക്കാം ഓയും. അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നവരാണ് ആരെന്ന് പറയുന്നത്? എ ബി ബ്ലഡ് ഗ്രൂപ്പുകാര് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഒരു വിശേഷണമുണ്ട്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് ബ്ലഡ് ഗ്രൂപ്പുകാരാണ്? എ ബി കാരാണ് അല്ലെ. ഓക്കെ, അതായത് സാർവത്രിക സ്വീകർത്താക്കൾ അല്ലെങ്കിൽ സ്വീകർത്താവ് എന്നർത്ഥം വരുന്നു. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? എ ബി. കാരണം അവർക്ക് 4 ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ സാധിക്കും. എന്നാൽ യൂണിവേഴ്സൽ ഡോണറിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ? ആരായിരുന്നു യൂണിവേഴ്സൽ ഡോണർ? എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാൻ കാരണം? എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, ബ്ലഡിനെ ദാനം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നു. എ ബി ആണെങ്കിലോ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് ഒ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിൽ ആന്റിജൻ ഉണ്ടോ? ഇല്ല അല്ലെ. ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അവരുടെ സെയിം ആന്റിജൻ ഉള്ള വ്യക്തികളുണ്ടോ അവിടെ? ഇല്ല അല്ലെ. എന്നാൽ ആന്റിജൻ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, അതാര് തന്നെയാണ്? അപ്പൊ ഓക്ക് ആരിൽ നിന്ന് മാത്രമേ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ? അപ്പൊ ആ കോളം അങ്ങ് ഫില്ല് ചെയ്യാം. എന്താണ്? ഓയുടെ റെസിപ്പിയൻസിന്റെ കീഴിൽ എഴുതാം ഓ. ഓക്കെ, അപ്പൊ ആ കോളം ഫുൾ കംപ്ലീറ്റ് ആയില്ലേ? ആ ബോക്സ് ഒന്നും കൂടി പറഞ്ഞു തരട്ടെ ഞാൻ. എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ചിലർക്കെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഗ്രൂപ്പ് എ. ഗ്രൂപ്പിന്റെ താഴെ ഏതൊക്കെ എഴുതിയ? എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട് അല്ലെ. അങ്ങനെ 4 ആയിട്ട് ഗ്രൂപ്പുകളെ തിരിച്ചെഴുതി നമ്മള്. ഇനി ആന്റിജൻസിന്റെ കീഴില് എയുടെ ആന്റിജൻ ഏതാണ്? എ തന്നെയാണ്. ബിയുടെ ആന്റിജൻ ഏതാണ്? ബി ആണ്. എ ബിയിലെ ആന്റിജൻ ഏതൊക്കെയാണ്? എ ആൻഡ് ബി അല്ലെ. എയും ബിയും ഉണ്ട്. ഓയിലാണെങ്കിലോ ആന്റിജൻ ഇല്ല. ഓക്കെ, നില്ലാണ്, ആന്റിജൻ ഇല്ല. ഈ ആന്റിബോഡീസ് നോക്കിക്കേ. ആന്റിബോഡീസിലാണെങ്കിൽ എയുടെ ആന്റിബോഡി ഏതാണ്? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എയുടെ ആന്റിബോഡി ബി ആയിരിക്കും. ബിയുടെ നോക്കിക്കേ, ബിയുടെ ആന്റിബോഡി ഏതായിരിക്കും? നേരെ ഓപ്പോസിറ്റ് എ ആയിരിക്കും. എ ബിയുടെ ആണെങ്കിലോ അവിടെ ആന്റിബോഡീസ് ഇല്ല അല്ലെ. ഓയിലാണെങ്കിലോ ആന്റിബോഡീസ് ഏതാണുള്ളത്? എയും ഉണ്ട്, ബിയും ഉണ്ട്. എ ആൻഡ് ബി. അടുത്ത ഏതാണ് കോളം? ഡോണേഴ്സിന്റെ കോളാണ് അല്ലെ. ഡോണേഴ്സിന്റെ കോളത്തിൽ എക്ക് നേരെ ഏതാണ് ഡോണേഴ്സ്? എയുടെ ഡോണേഴ്സ് ഏതൊക്കെയാണ്? എയും ഉണ്ട്. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. എ ആൻഡ് എ ബി. ബിയില് നോക്കിക്കേ, ബിക്ക് ആർക്കൊക്കെ ദാനം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ബിക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. ഓക്കെ, എ ബി ഗ്രൂപ്പ് നോക്കിയേ. എ ബിക്ക് ആർക്ക് മാത്രമേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ? എ ബിക്ക് തന്നെ മാത്രമേ ദാനം ചെയ്യാൻ പറ്റൂ. എ ബിക്ക് എ ബി ഗ്രൂപ്പിന് തന്നെ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കാണെങ്കിലോ ആർക്കൊക്കെ കൊടുക്കാം? ഈ 4 ഗ്രൂപ്പുകൾക്കും കൊടുക്കാം അല്ലെ. എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, ഓയ്ക്ക് കൊടുക്കാം. അപ്പൊ 4 ഗ്രൂപ്പുകൾക്കും ഓയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നു. അടുത്തത് ഏതാണ്? റെസിപ്പിയൻസ് കോളം അല്ലെ. റെസിപ്പിയൻസ് കോളത്തില് ഫസ്റ്റ് എ ഗ്രൂപ്പിലെ റെസിപ്പിയൻസ് ആരൊക്കെയാണ്? എക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? എയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം. ഓക്കെ, ബി ആണെങ്കിലോ ബി ഏതാണ് റെസിപ്പിയൻസ് ആയിട്ട് വരുന്നത്? ബിയും ഓയും അല്ലെ. ബിയിൽ നിന്നും സ്വീകരിക്കാം, ഓയിൽ നിന്നും സ്വീകരിക്കാം.
എ ബി ആണെങ്കിലോ എ ബിക്ക് ഈ 4 ഗ്രൂപ്പുകളിൽ നിന്നും ബ്ലഡ് എന്താണ് സ്വീകരിക്കാം അല്ലെങ്കിൽ റിസീവ് ചെയ്യാം. അപ്പൊ 4 ഗ്രൂപ്പുകളുടെ പേര് എഴുതിക്കോ. എ ബിയുടെ നേരെ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട് ആൻഡ് ഒ ഉണ്ട്. ഓക്കെ. ദെൻ ഒ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞല്ലോ നമ്മൾ. ഒ ഗ്രൂപ്പിന്റെ റെസിപ്പിയൻസ് ഏതാണ്? അവിടെ ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ മറ്റ് എല്ലാത്തിനും ആന്റിജനുകളും ഉണ്ട്. അപ്പൊ ആന്റിജൻ ഇല്ലാത്തത് ഏത് മാത്രമാണ് അവിടെ ഉള്ളത്? ഒ മാത്രമാണ്. അതുകൊണ്ട് എന്താണ്, ഓയിൽ നിന്ന് മാത്രമേ ബ്ലഡിനെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓയുടെ നേരെ റെസിപ്പിയനിൽ ഒ എന്ന് എഴുതുക. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. അപ്പോ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്യുക. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏതെന്ന് പറയുന്നത്? എ ബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെയും എ ബി ആണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് നോട്ട് ചെയ്ത്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് യൂണിവേഴ്സൽ ഡോണർ? ആരാണ് യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ്? എ ബി എന്ന് പറയുന്നതാണ്. ഇനി 2 പോയിന്റുകൾ കൂടിയാണ് അവിടെ പഠിക്കാനുള്ളത്. അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് വളരെ റെയർ ആയിട്ടുള്ളത്? ഒരാൾ പറയാമോ? നെഗറ്റീവ് ഗ്രൂപ്പ്. എ ബി നെഗറ്റീവ്. എ ബി നെഗറ്റീവ്. എ നെഗറ്റീവ് ആണ് വെരി റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം. ഏതാണ്? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ? ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്? നെഗറ്റീവ് ആണ് അല്ലെ. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? മോസ്റ്റ് കോമൺ? ശരിയാണ്, ഓ പോസിറ്റീവ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം. എന്താണ് റെയർ ബ്ലഡ് ഗ്രൂപ്പ്? ഏതാണ്? എ ബി നെഗറ്റീവും. മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓ പോസിറ്റീവുമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് നമ്മൾ ഏത് പോർഷനിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത് എന്നാണ് നോക്കിയത് അല്ലെ. പ്രിലിമിനറി ടെസ്റ്റ് പറഞ്ഞോ. എന്തോ റെയർ ബ്ലഡ് ഗ്രൂപ്പ്? റെയർ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവും. മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവും. ഓക്കെ. അപ്പൊ നമ്മൾ ടൈപ്പിംഗ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന? ടൈപ്പിംഗ് അല്ലെ. ടൈപ്പിംഗില് ഏതാണ്? എ ബി ഒ ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ബ്ലഡ് ടൈപ്പുകൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് ആണ് ഞാൻ തന്നത്. ഇതിൽ നിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ദെൻ ടൈപ്പിംഗിൽ അപ്പൊ ഇത്രയുമാണ്. ഈ 4 ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ വരുന്ന ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഏതാണെന്ന്, ഏത് ടൈപ്പിൽ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ആദ്യം നിർണ്ണയിക്കുന്നു. ഓക്കെ. ടൈപ്പിംഗ് അല്ലെങ്കിൽ പ്രിലിമിനറി ടെസ്റ്റ് വഴി ഏത് ബ്ലഡ് ഗ്രൂപ്പ്, എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ, ഈ 4 എണ്ണത്തിൽ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യും? ആദ്യം തരം തിരിച്ച് വയ്ക്കും. ഓക്കെ. ടെസ്റ്റുകളിലൂടെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ പറ്റി പറയുന്നത്. ഇനി രണ്ടാമത് RH ടൈപ്പിംഗ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? RH ടൈപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. RH ടൈപ്പിംഗ് നിങ്ങൾ പറഞ്ഞല്ലോ. ബ്ലഡിന് എന്താ പോസിറ്റീവ് ബ്ലഡ്സ് ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആ ഒരു ഫാക്ടർ, അതായത് ഒരു ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി RH ഫാക്ടർ, ഈ RH പറയുന്ന ഒരു ഷോർട്ട് വേർഡ് ആണ്. എന്തിനു ഷോർട്ട് വേർഡ് ആണ്? റിസസ് ഫാക്ടർ എന്നാണ് കംപ്ലീറ്റ് വേർഡ്. റിസസ് ഫാക്ടർ എന്ന് പറയുന്നതാണ്. ജസ്റ്റ് കേട്ടിരിക്കാൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഒന്നുകൂടി നോട്ടൊക്കെ തരാം. അപ്പൊ റിസസ് ഫാക്ടർ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് പറയുന്നു. ഇനി ഈ RH ഫാക്ടർ ആണ് എന്താണ്? ഒരു ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രോട്ടീൻ ആണ്, ബ്ലഡിലെ പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീൻ പ്രസന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? RH പോസിറ്റീവ് ആയിരിക്കും ആ ബ്ലഡ് ഗ്രൂപ്പ്. ഈ പ്രോട്ടീൻ ഇല്ല എങ്കിലോ ആബ്സെന്റ് ആണെങ്കിലോ അവിടെ RH നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ?
Yes, ma'am. ഓക്കെ. പിന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത്? അല്ല. സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് പറയാട്ടോ, മാം ഇത്തിരി സ്പീഡ് കുറച്ച് പറയാമോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇന്നെടുത്ത നോട്ട്സ് ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. ഇതുവരെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. എക്സ്ക്യൂസ് മീ, അതെ, ഒരു ഡൗട്ട് ഉണ്ട്, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നിങ്ങൾ എല്ലാവരും നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം ഇപ്പൊ നമുക്ക് എടുത്ത മാമിന്റെ നോട്ടിനൊപ്പമാണോ മാമിന്റെ നോട്ട് എഴുതിയത്? നമ്മൾ ഓൾറെഡി വേറെ ഒരു നോട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ മാം അല്ലേ എടുക്കണേ? അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ വേറെ ബുക്കായിട്ട് തന്നെയാണോ കീപ്പ് ചെയ്യണേ, അതോ ഈ മാമിന്റെ ബുക്കിലേക്ക് എല്ലാം എഴുതിയെടുക്കണോ? ഈ മാമിന്റെ ബുക്കിൽ നമ്മൾ മുന്നേ ബ്ലഡ് ബാങ്കിന്റെ ഒരു ബുക്കാണ് കീപ്പ് ചെയ്യണം. അതിന്റെ ബ്ലഡ് ബാങ്കിന്റെ ബാക്കിയായിട്ട് എഴുതി. ഞാനും അങ്ങനെ എഴുതി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താന്ന് വെച്ചാലേ ഇനി ഈ മാം ആയിരിക്കുമല്ലോ എടുക്കുന്നുണ്ടാവുക. അതെ, അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ ബുക്ക് രണ്ട് ബുക്ക്, ഈ മാമിന് മാത്രം രണ്ട് ബുക്ക് ആവില്ലേ? ഇല്ല, ഒരു പക്ഷെ ടോപ്പിക്സ് വേറെയാണല്ലോ. എഴുതിയത് നോട്ട്സ് കഴിഞ്ഞല്ലോ, ഫസ്റ്റ് 2 ചാപ്റ്റർ ഫിനിഷ് ആയല്ലോ. രണ്ടിന്റെ ടോപ്പിക് വേറെയാണല്ലോ, അപ്പൊ 2 ബുക്ക് തന്നെ വേണ്ടി വരുമല്ലോ. ടോപ്പിക് അനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ ബുക്ക് എടുക്കുന്നത്. ടീച്ചേഴ്സിന്റെ